നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്ര സങ്കല്പത്തിന് ഘടകവിരുദ്ധമായ ഒന്നായിരുന്നു മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന കുറിപ്പുമായി ഗാന്ധിയുടെ 77ാമത് രക്തസാക്ഷി ദിനത്തിൽ പിണറായി വിജയൻ മതാടിസ്ഥാനത്തിലുള്ള ദേശീയത മുന്നോട്ട് വെച്ച സങ്കുചിത മതവർഗീയവാദികൾക്ക് മുന്നിൽ ഗാന്ധിജി പ്രതിബന്ധം സൃഷ്ടിച്ചുവെന്നും ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ന്യൂനപക്ഷ വർഗീയതയും രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കുന്ന കാലം കൂടിയാണിതെന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പിലുണ്ട്. അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡിസിയിൽ സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് യാത്രാ വിമാനം തകർന്ന് നദിയിൽ വീണുണ്ടായ അപകടത്തിൽ 60-ലധികം ആളുകൾ മരിച്ചതായി സംശയിക്കുന്നു. ഇതുവരെ 18 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട്. വിമാനത്തിൽ മൊത്തം 60 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ആരെയും ഇതുവരെ ജീവനോടെ കണ്ടെത്താനായില്ല. തെരച്ചിൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഇരുട്ടും കൊടും തണുപ്പും ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. മദ്യഷാപ്പുകൾ പൂട്ടി സ്കൂളുകൾ തുറക്കും എന്നാണ് LDF അധികാരത്തിലെത്തും മുമ്പ് പറഞ്ഞതെങ്കിലും ഷാപ്പുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഇടയിലാണ് ഇന്ന് കേരളമെന്നും ഇതിനെ തടയിടാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPI മദ്യനിർമ്മാണശാലയ്ക്ക് കൂട്ടുനിൽക്കുമെന്ന് കരുതിയില്ലെന്ന് പറഞ്ഞ വേണുഗോപാൽ CPI കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമെന്ന മന്ത്രിയുടെ പ്രതികരണത്തിന്റെ അർത്ഥം ലഭിച്ച ഡീലിന്റെ ഷെയർ നൽകും എന്നാണോ എന്നും ചോദിച്ചു. മുഖ്യമന്ത്രിയും MP രാജേഷും മാത്രം അറിഞ്ഞാണ് എലപ്പുള്ളിയിലെ ബ്രൂവറിയിൽ തീരുമാനമെടുത്തതെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ താൻ പുറത്തുവിട്ട രേഖ വ്യാജമെന്ന് മന്ത്രിയും സർക്കാരും പറഞ്ഞിട്ടില്ലെന്നും ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണ് സർക്കാർ മദ്യനയം മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയം മാറും മുൻപ് അവർ അവിടെ സ്ഥലം വാങ്ങിയെന്നും മദ്യനയം മാറും എന്ന് കമ്പനി എങ്ങനെ അറിഞ്ഞുവെന്നും അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ആണ് മദ്യനയം മാറ്റിയതെന്ന് വ്യക്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയതിൽ വൻ അഴിമതിയാണെന്നും രമേശ് ചെന്നിത്തല. മറ്റു വകുപ്പുകളൊന്നും അറിയാതെയാണ് സർക്കാർ നീക്കം നടത്തിയതെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളെയും സർക്കാർ വിശ്വാസത്തിലെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടെ ബ്രൂവറി അനുമതിയിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി RJD. പുതിയ മദ്യനയം LDFിൽ ചർച്ച ചെയ്യണമായിരുന്നുവെന്നും അത് ചർച്ച ചെയ്യാതെ എക്സൈസ് മന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തത് ശരിയല്ലെന്നും RJD വ്യക്തമാക്കി. പദ്ധതിയുടെ ഗുണദോഷങ്ങൾ LDFിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും നേരിട്ട് മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുപോയി തീരുമാനമെടുത്തത് ശരിയായില്ലെന്നും RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു. ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് പാലക്കാട് MP VK ശ്രീകണ്ഠൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്നും മന്ത്രി MP രാജേഷും ഏരിയ സെക്രട്ടറി കൂടിയായ ഭാര്യ സഹോദരനും കമ്പനിയുമായി ചർച്ച നടത്തിയെന്നും ഇത് CBI അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. 30 വർഷം പഴക്കമുള്ള മദ്യനയം മാറ്റിയത് അഴിമതിയാണെന്നും MP ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ പങ്കെടുത്ത് PV അൻവർ വന്യജീവി പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത 2 പേർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വനമന്ത്രിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോവുകയാണെന്നും 30,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ പിണറായി സത്തിന്റെ അവസാന ആണി അടിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അനുകൂലമായി വോട്ട് ചെയ്ത ജനങ്ങളോട് ഈ അഴിമതികൾ തുറന്നു പറയാനാണ് താൻ MLA സ്ഥാനം രാജിവെച്ചതെന്നും മലയോര സമരയാത്രയിൽ പങ്കെടുക്കാനുള്ള അവസരം താൻ ചോദിച്ചു വാങ്ങിയതാണെന്നും അൻവർ പറഞ്ഞു. വഖഫ് ബോർഡുകളിൽ ശുദ്ധികലശം ആവശ്യമെന്ന് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വഖഫ് ബോർഡുകൾ വിവാദവും വ്യവഹാരവും നിറഞ്ഞതെന്നാണ് തന്റെ അനുഭവമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നല്ല മനുഷ്യനാണെന്നും സർവകലാശാല ചാൻസലർ പദവിയെക്കുറിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് വന്നതോടെ കേരള സർക്കാർ തർക്കിക്കാൻ സാധ്യതയില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കോട്ടയം ഈസ്റ്റ് SHO ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം പൂർത്തിയാക്കി. അന്വേഷണ സംഘം ഉടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവി AV ശ്രീകുമാർ മാത്രമാണ് കേസിൽ പ്രതി. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവ നടത്തിപ്പിലെ അപാകത ചോദ്യം ചെയ്തതിന് SFI പ്രവർത്തകരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ KSU നേതാക്കൾ മർദ്ദിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഒരു SFI മക്കളെയും പുറത്തുവിടില്ലെന്നും ഇന്ന് നിന്നെ കൊല്ലുമട എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. പ്രതികളായ ഗോകുൽ ഗുരുവായൂർ, സച്ചിൻ പ്രദീപ് എന്നിവർക്കെതിരെ വധശ്രമമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. D-സോൺ കലോത്സവത്തിനിടെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് SFI നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച KSU നേതാക്കളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു.
KSU നേതാക്കളായ ഗോകുൽ ഗുരുവായൂർ, അക്ഷയ് എന്നിവരെയാണ് കേരളവർമ്മ കോളേജിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കലോത്സവം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന അധ്യാപകരുടെയും കോളേജ് യൂണിയന്റെയും പരാതിയിലാണ് നടപടി. തുടർച്ചയായി ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിരോധമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ ഉണ്ടായതെന്ന് KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ജഡ്ജസിനെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തപ്പോഴാണ് KSU പ്രവർത്തകർക്ക് ഇടപെടേണ്ടി വന്നതെന്നും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും പോലീസ് ഇടപെടൽ ഉണ്ടായില്ലെന്നും SFIയുടെ ആസൂത്രിത ഗൂഢാലോചനയാണ് സംഘർഷത്തിന് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. KSU പാലിക്കുന്ന സംയമനമാണ് ക്യാമ്പസുകളിലെ SFIയുടെ സുരക്ഷിതത്വമെന്നും പ്രവർത്തകരെ മർദ്ദിച്ചാൽ തിരിച്ചടിച്ചിരിക്കുമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് നിയമന നടപടികൾ വേഗത്തിലാക്കണമെന്ന് ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെ മക്കൾ നാട്ടുകാർക്കെതിരെ കേസെടുത്തത് എന്തിനെന്ന് അവർ ചോദിച്ചു. എല്ലാവർക്കും ഭീഷണിയായ പ്രതിയെ നിയമ നടപടിയിലൂടെ തന്നെ തൂക്കിക്കൊല്ലണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും അവർ പറഞ്ഞു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. കുട്ടിയുടെ അമ്മാവൻ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകി. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. അവിശ്വാസ പ്രമേയത്തിലൂടെ LDFന് ഭരണം നഷ്ടമായ പനമരം പഞ്ചായത്ത് ഭരണം UDFന്. ഇടതംഗമായിരുന്ന ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും പഞ്ചായത്തിൽ UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് ഭരണമാറ്റമുണ്ടായത്. ഇന്നു നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി 12 വോട്ടും LDF സ്ഥാനാർത്ഥി 10 വോട്ടും നേടി. പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന്റെ വിദേശയാത്രകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ഇമിഗ്രേഷൻ വിഭാഗത്തിന് കത്ത് നൽകി പോലീസ്. സനൽകുമാർ അമേരിക്കയിലാണെന്നാണ് പോലീസിന്റെ അനുമാനം. 2022 ഇതേ നടിയുടെ പരാതിയിൽ സനൽകുമാറിനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസ് നിലനിൽക്കെ തന്നെയാണ് വീണ്ടും സമാനമായ രീതിയിൽ സനൽകുമാർ ശല്യം തുടർന്നതെന്നും നടി പോലീസിനോട് പറഞ്ഞു. പോക്സോ കേസിൽ നടനും ടെലിവിഷൻ അവതാരകനുമായ കൂട്ടിക്കൽ ജയചന്ദ്രൻ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നേരത്തെ കേസിൽ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് നിർദ്ദേശിച്ച് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു. അന്വേഷണവുമായി സഹകരിക്കാമെന്നും നടൻ കോടതിയെ അറിയിച്ചിരുന്നു. കൊല്ലം ശക്തികുളങ്ങരയിൽ 3 പേർക്ക് വെട്ടേറ്റു. ശക്തികുളങ്ങര സ്വദേശി രമണി, സഹോദരി സുഹാസിനി, സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത്. രമണിയുടെ ഭർത്താവ് അപ്പുക്കുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കുംഭമേളയിലെ അപകടം VIP കൾച്ചർ കാരണമുണ്ടായ ദുരന്തമെന്ന് ദേശീയ ഫുട്ബോൾ താരം CK വിനീത്. അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ വിനീതും സുഹൃത്തുക്കളും സംഘം ഘട്ടിലുണ്ടായിരുന്നു. VIP-കൾക്കായി വഴികൾ അടച്ചുവെച്ചുവെന്നും ആളുകൾ കൂടുതൽ എത്തിയപ്പോൾ പോലീസിനെ നിയന്ത്രിക്കാനായില്ലെന്നും അനുഗ്രഹം വാങ്ങാനെത്തിയവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ വേദന ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിൽ നോർത്ത് സോൺ സബ് ഡിവിഷനിൽ 2 പുലികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. നഗരത്തോട് ചേർന്നുള്ള ശിവക്കോട്ട ഗ്രാമപഞ്ചായത്ത് പരിധിയിലും പരിസരങ്ങളിലുമാണ് പുലി സാന്നിധ്യം. രാമഗുണ്ടനഹള്ളിയിൽ അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് ഏരിയയിൽ അലഞ്ഞു തിരിയുന്ന പുലികളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ അതീവ ജാഗ്രത പാലിക്കാൻ വനം വകുപ്പ് നിർദ്ദേശം നൽകി. ദില്ലിയിലെ കുടിവെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന ആരോപണത്തിൽ കെജ്രിവാളിന്റെ മറുപടി തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൃത്യമായ തെളിവ് ഹാജരാക്കാൻ കെജ്രിവാളിന് നാളെ വരെ സമയം കമ്മീഷൻ വീണ്ടും നൽകി. തന്നെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്ന് വാർത്താ സമ്മേളനം നടത്തി കെജ്രിവാൾ ആരോപിച്ചു. ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് ബാക്ടീരിയ സാന്നിധ്യത്തെ തുടർന്ന് ആരോഹെഡ് ബ്രാൻഡ് റോസ്റ്റ് ബീഫ് കഴിക്കരുതെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലബോറട്ടറി പരിശോധനകളിൽ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് SFDA പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ 100 മസ്ജിദുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഇന്തോനേഷ്യ. വ്രതകാലമായ റംസാൻ തുടങ്ങാനിരിക്കെ മസ്ജിദ് നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് ഇന്തോനേഷ്യ മസ്ജിദ് കൌൺസിൽ ചെയർമാനും മുൻ ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ജൂസുഫ് കല്ല പറഞ്ഞു. പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും നാടുകടത്തുമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US പൌരന്മാരല്ലാത്ത വിദ്യാർത്ഥികളെ നാടുകടത്തുമെന്നാണ് ഉത്തരവിൽ പറയുന്നതെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 3 മാസമായി ശമ്പളം നൽകാത്തതിനെ തുടർന്ന് ISL ക്ലബായ മുഹമ്മദൻ സ്പോർട്ടിംഗിന്റെ കോച്ച് ആന്ദ്രെ ചെർണിഷോ രാജിവെച്ചു. കഴിഞ്ഞ സീസണിൽ മുഹമ്മദൻസിനെ I ലീഗ് ചാമ്പ്യന്മാരാക്കിയ പരിശീലകനാണ് ആന്ദ്രെ. ഇതോടെയാണ് മുഹമ്മദൻസിന് ISLലേക്ക് സ്ഥാനക്കയറ്റം നേടിയത്. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ.
ഇന്ന് ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7610 രൂപയിലെത്തി. ഒരു പവൻ സ്വർണം 120 രൂപ ഉയർന്ന് 60,880 രൂപയിലെത്തി. കഴിഞ്ഞ ദിവസം കുറിച്ച 60,760 രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് തിരുത്തിയത്. കനം കുറഞ്ഞ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,285 രൂപയിലെത്തി. വെള്ളി ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 100 രൂപയായി. US ഫെഡ് നിരക്കുകൾ അതേപടി നിലനിർത്താനുള്ള തീരുമാനത്തിനിടയിലും ആഗോള വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചതാണ് കേരളത്തിലും പ്രതിഫലിച്ചതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞയാഴ്ചയാണ് പവൻ വില ആദ്യമായി 60,000 കടന്നത്. രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതായാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്ന സ്വർണ്ണവില ജനുവരിയിൽ മാത്രം പവന് വർദ്ധിച്ചത് 3,680 രൂപയാണ്. ഇന്നത്തെ വാർത്തകൾ ഇതോടെ പൂർണ്ണമാകുന്നു.